നമസ്കാരം. എന്തുകൊണ്ടാണ് പഞ്ചാബിലെ കർഷകർ ഇങ്ങനെ വീണ്ടും വീണ്ടും സമരത്തിനിറങ്ങുന്നത്? ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 1.5% മാത്രം വരുന്ന പഞ്ചാബുകാർക്ക് എന്താണ് ഇത്ര വലിയ കൊമ്പ്? വലിപ്പത്തിൽ ഇന്ത്യയിൽ 20ാം സ്ഥാനത്ത് മാത്രമുള്ള പഞ്ചാബ് എന്തിനാണ് രാജ്യത്തെ മുഴുവൻ കർഷകരുടെയും സമരം ഏറ്റെടുക്കുന്നത്? ജനസംഖ്യയിൽ 2.25 കോടിയുമായി കേരളത്തെക്കാൾ പോലും ഏറെ താഴെയുള്ള പഞ്ചാബിന് എന്താണ് ഇവിടെ ഇല്ലാത്തത്ര വലിയ അഹങ്കാരം? ഖലിസ്ഥാൻ വിഘടനവാദത്തിന് സമാനമായി പഞ്ചാബുകാർ രാഷ്ട്രീയം കളിക്കുകയാണോ? കർഷകരുടെ പേരിൽ ഇറങ്ങിക്കളിക്കുന്നത് പഞ്ചാബിലെ മൊത്ത കച്ചവടക്കാരാണോ? കർഷക സമരം 3ാം വട്ടവും ഉയർന്നു വരാനുള്ള കാരണങ്ങളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. ഒരു വട്ടമെങ്കിലും കേൾക്കണം പഞ്ചാബുകാർക്ക് പറയാനുള്ളത്. നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾ മുഴുവൻ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നവയാണ്. 3ാം വട്ടവും സമരം നടത്താൻ പഞ്ചാബിലെ കർഷകർക്കുള്ള അവകാശം എന്താണെന്ന് നേരിട്ട് തന്നെ പറയാം. ഒരേ ഒരു കണക്കുകൊണ്ട് അത് വ്യക്തമാകും. വിസ്തൃതിയിൽ ഇന്ത്യയിൽ 1.5% മാത്രമുള്ള, ജനസംഖ്യയിൽ കേരളത്തെക്കാൾ ഏറെ താഴെയുള്ള പഞ്ചാബ് കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തിന് നൽകിയ അരിയുടെയും ഗോതമ്പിന്റെയും കണക്ക്. ആദ്യം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന അരിയിലേക്ക് തന്നെ വരാം. കഴിഞ്ഞ വർഷം 36,078 കോടി രൂപയുടെ നെല്ലാണ് പഞ്ചാബിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് നൽകിയത്. 2ാം സ്ഥാനത്തുള്ള തെലങ്കാനയ്ക്ക് നേർപകുതിയേ ഉള്ളൂ, 18,447 കോടി. ഛത്തീസ്ഗഡിൽ 18,034 കോടി. വലിപ്പത്തിലും ജനസംഖ്യയിലും ഒന്നാമതുള്ള ഉത്തർപ്രദേശ് പഞ്ചാബ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 1/3 12,844 കോടി രൂപയുടെ നെല്ലാണ് ഉണ്ടാക്കുന്നത്. പഞ്ചാബിനേക്കാൾ ജനസംഖ്യയുള്ള കേരളം 1,381 കോടി രൂപയുടെ മാത്രവും. ഇത് അരിയുടെ കാര്യം. ഇനി ഗോതമ്പിലേക്ക് വരാം. ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് പൊതുവിതരണത്തിന് നൽകുന്നതിൽ പഞ്ചാബിന്റെ പരിസരത്ത് പോലുമില്ല മറ്റ് സംസ്ഥാനങ്ങൾ. പഞ്ചാബിലെ കർഷകർ പണിയെടുത്ത് കഴിഞ്ഞ വർഷം രാജ്യത്തിന് നൽകിയത് 19,378 കോടി രൂപയുടെ ഗോതമ്പാണ്. 2ാം സ്ഥാനത്തുള്ള മധ്യപ്രദേശ് 8,959 കോടി രൂപയുടെയും ഹരിയാന 8,256 കോടി രൂപയുടെയും ഗോതമ്പ് മാത്രമാണ് ഉൽപ്പാദിപ്പിച്ചത്. വലിപ്പത്തിൽ ഒന്നാമതായിട്ട് ഒരു കാര്യവുമില്ല. ഉത്തർപ്രദേശിൽ നിന്ന് പൊതുവിതരണ സംവിധാനത്തിലേക്ക് വന്നത് 572 കോടി രൂപയുടെ ഗോതമ്പ് മാത്രം. നെല്ലും ഗോതമ്പും വിളയുന്ന പാടങ്ങളിൽ തെങ്ങ് വയ്ക്കാനോ വാഴ വയ്ക്കാനോ പച്ചക്കറി നടാനോ പഞ്ചാബിലെ കർഷകർ പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് അരിയും ഗോതമ്പും കിട്ടാൻ യുക്രൈൻ അല്ലെങ്കിൽ റഷ്യ കനിയേണ്ടി വന്നേനെ. ആത്മസമർപ്പണം എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് പഞ്ചാബിലെ കർഷകർക്ക് വേണ്ടിയാണ്. ഇവിടെ എന്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടായാലും അവർ അവരുടെ ജോലി മുടക്കില്ല. സമരം ചെയ്യാൻ പോകുമ്പോൾ മക്കളും കൊച്ചുമക്കളും പാടത്തിറങ്ങി വെള്ളം തേവും, വളമിടും, കളപറിക്കും. ഖലിസ്ഥാൻ വിഘടനവാദത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയല്ലാതെ എന്തിനാണ് ഈ സമരം ചെയ്യുന്നതെന്ന് എത്ര പേർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന കർഷക സമരം 3.0 ആണ്. ഈ 3 സമരത്തിലും പൊതുവായി ഒരു ആവശ്യമുണ്ടായിരുന്നു. താങ്ങുവില നൽകുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാക്കി നിയമം നിർമ്മിക്കണം എന്നായിരുന്നു ആവശ്യം. ആദ്യത്തെ സമരത്തിൽ ഇതിനൊപ്പം 3 കർഷക ബില്ലുകൾ റദ്ദാക്കണം എന്ന ആവശ്യമാണ് മുന്നിൽ നിന്നത്. ഒടുവിൽ സർക്കാർ വഴങ്ങിയപ്പോൾ അതുമാത്രം നടപ്പിലായി. താങ്ങുവില നൽകുന്നത് ബാധ്യതയായി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഫെബ്രുവരിയിൽ 2ാം സമരം ആരംഭിക്കുമ്പോഴും ആവശ്യം ഇതുതന്നെയായിരുന്നു. ഇപ്പോൾ ആ സമരം 3ാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പറയാം. 3ാം ഘട്ടത്തിൽ എത്തിയതോടെ ഉത്തർപ്രദേശിലെ കർഷകരുമുണ്ട് സമരത്തിൽ. അവരുടെ ആവശ്യം മറ്റൊന്നാണ്. വ്യാവസായിക ആവശ്യത്തിനായി നോയിഡയിൽ വൻതോതിൽ കൃഷിഭൂമി ഏറ്റെടുത്ത ഭൂമി വികസിപ്പിച്ച ശേഷം 10% വീതം മടക്കി നൽകും എന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് നടപ്പിലായില്ല. നഷ്ടപരിഹാരത്തിൽ 64.7% വർധന വരുത്താം എന്ന വാഗ്ദാനവും സർക്കാർ പാലിച്ചില്ല. ഇതോടെ കർഷകർ പെരുവഴിയിലായി. ഭൂമി നഷ്ടപ്പെട്ടവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനവും നിയമമായില്ല. ഇതാണ് ഉത്തർപ്രദേശിലെ കർഷകരെ സമരരംഗത്ത് ഇറക്കിയത്. പഞ്ചാബിലെ കർഷകർ വിളവിന് താങ്ങുവിലയ്ക്കായി സമരം ചെയ്യുമ്പോൾ ഭൂമി പോലും നഷ്ടപ്പെട്ട ഉത്തർപ്രദേശിലെ ആയിരക്കണക്കിന് കർഷകർ നഷ്ടപരിഹാരം തേടിയുള്ള സമരത്തിലാണ്. സ്വാമിനാഥൻ കമ്മീഷനാണ് രാജ്യത്തെ മുഴുവൻ കർഷകരും സ്വാഗതം ചെയ്യുന്ന നിർദ്ദേശം സമർപ്പിച്ചത്. ഇതനുസരിച്ച് കർഷകന്റേത് മാത്രമല്ല
കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൃഷിക്കായി നടത്തുന്ന ഇടപെടലിന് പ്രതിഫലം നൽകണം. ഇതിനു പുറമെ മുഴുവൻ തൊഴിൽ ചെലവ്, വിത്തിന്റെ വില, വളം എന്നിവയുടെ ചെലവും കണക്കാക്കണം. ഈ തുകയ്ക്ക് പുറമെ ഇതിന്റെ 50% ലാഭമായി കണക്കാക്കിയും കർഷകന് നൽകണം. 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ 20 രൂപ ചെലവ് വരുന്നു എന്ന് കണ്ടെത്തിയാൽ അതിന്റെ 50%-മായ 10 രൂപ കൂടി ചേർത്ത് 30 രൂപ കർഷകന് നൽകണം. കാലാകാലങ്ങളിൽ ചെലവ് കൂടുന്നതിന് അനുസരിച്ച് ഓരോ വർഷവും ഈ തുക സർക്കാർ പുതുക്കി നിശ്ചയിക്കണം. അത് നിയമപരമായ ബാധ്യതയായി ഏറ്റെടുക്കുകയും വേണം. നിലവിലുള്ള വിളകൾക്ക് പുറമെ ഇഞ്ചി, മഞ്ഞൾ, വെളുത്തുള്ളി, മുളക് എന്നിവയ്ക്കും വാഴയും ചേനയും ചേമ്പും ഉൾപ്പെടെയുള്ളവയ്ക്കും താങ്ങുവില നൽകണം എന്നും സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. രാജ്യം ഒരിക്കലും ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോകാതിരിക്കുന്നതിനും കർഷകന് മാന്യമായ ജീവിതം ഉറപ്പു നൽകുന്നതിനും കൃഷിയിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനും ഇതാണ് ഏകമാർഗം എന്നായിരുന്നു കമ്മീഷന്റെ ശുപാർശ. സ്വാമിനാഥൻ കമ്മീഷൻ പറയുന്നത് പോലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഏറ്റെടുത്താൽ വിപണിയിൽ വില കുറയില്ല എന്നാണ് സർക്കാർ മറുവാദം. സാധാരണക്കാർ എന്നും ഉയർന്ന വില നൽകി ഉൽപ്പന്നം വാങ്ങേണ്ടി വരും. അതൊഴിവാക്കാൻ വിപണി വിലയിലേക്ക് മാറണം. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ വാദം ശരിയാണ് എന്ന് തോന്നുമെങ്കിലും ഇതിന് വലിയൊരു പ്രശ്നമുണ്ട്. FCI വഴി സർക്കാർ സംഭരിക്കുന്ന നെല്ലും ഗോതമ്പും പൊതുവിപണിയിലേക്ക് ഇറങ്ങുന്നവയല്ല. സൗജന്യമായോ കുറഞ്ഞ വിലയ്ക്കോ റേഷനായി വിൽക്കുന്നവയാണ്. രാജ്യത്ത് പട്ടിണിയില്ലാതെ നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിച്ച് പൊതുവിതരണ സമ്പ്രദായം വഴി വിതരണം ചെയ്താൽ മാത്രമേ പോഷകാഹാരം ലഭിക്കുന്ന കരുത്തരുടെ തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയൂ. ചില്ലറ വിൽപ്പന രംഗം നിയന്ത്രിക്കുന്ന രാജ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മുതലാളിമാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാം എന്നല്ലാതെ പഞ്ചാബിലെ കർഷകരെ പിണക്കുന്നതുകൊണ്ട് മറ്റൊരു കാര്യവുമില്ല. രാജ്യത്ത് പണിയെടുക്കുന്നത് പഞ്ചാബിലെ കർഷകരാണ്. അവരേ ഉള്ളൂ ഇവിടെ കൈമെയ് മറന്ന് അധ്വാനിക്കാൻ. അത് തിരിച്ചറിഞ്ഞുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.